ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പ്രിയാസ് കലവറയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ മട്ടർ മസാലയാണ്. എന്നാൽ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു സവാള, ഒരു മീഡിയം ടൈപ്പ് തക്കാളി, ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, മുളക്, ഒരു പട്ട, ഗ്രാമ്പു, ഏലക്ക, അല്പം പെരിഞ്ജീരകം. പിന്നെ ഞാനൊരു 100 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 പിഞ്ച് കസൂരി മേത്തി, ആവശ്യത്തിന് ഉപ്പും പിന്നെ കുക്കിംഗ് ഓയിലും. ഒരു കടായി അടുപ്പിൽ വെച്ച് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, കൂടെ ഒരു പിഞ്ച് ചെറിയ ജീരകവും നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇതിപ്പോൾ ഒന്ന് നല്ലതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇട്ട് നന്നായിട്ട് വഴറ്റാം. ഇത് കളർ ചേഞ്ച് ആകുന്നിടം വരെ നമുക്ക് നന്നായിട്ട് വഴറ്റണം. ഒരു 4-5 ക്യാഷ്നട്ട്, 5-6 ക്യാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഞാനത് കാണിക്കാൻ മറന്നു പോയതാണ്. ഇതും നമുക്ക് ഈ വഴറ്റുന്നതിൻ്റെ കൂടെ ഇട്ട് വഴറ്റിയിട്ട് അരയ്ക്കാനുള്ളതാണ്. സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അത്യാവശ്യം വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും ഈ ക്യാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് നന്നായി വഴന്ന് വരുന്നിടം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം, ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാമേ. അന്നേരം പെട്ടെന്ന് തക്കാളിയും സവാളയും വഴന്ന് മെൽറ്റായി കിട്ടും. നന്നായിട്ട് വഴന്ന് പെട്ടെന്ന് കിട്ടും. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഈ മസാല ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് തണുത്തതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രഷ് ഗ്രീൻ പീസാണ്. അതൊരല്പം വെള്ളവും 1 പിഞ്ച് ഉപ്പും ഇട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതൊന്ന് തിളച്ചാൽ മതി, പെട്ടെന്ന് വേകും. നമ്മളൊരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം മൂത്ത് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് അരച്ച് വെച്ചിട്ടില്ലേ മസാലയും തക്കാളിയും സവാളയും എല്ലാം കൂടെ, ആ അരച്ച പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റണേ. വഴറ്റി എണ്ണ നന്നായിട്ട് തെളിയണം, അതുവരെ വഴറ്റുക. എന്നാലാണ് കറിക്ക് രുചി കിട്ടും. നല്ലതായിട്ട് വഴറ്റുക. ഈ വഴറ്റുന്ന ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. ഇത് അരച്ച് വെച്ചത് വഴറ്റുമ്പോൾ അതിലൊഴിച്ച എണ്ണ ഇതുപോലെ എണ്ണ തന്നെ വേർപെട്ട് വരുന്നത് കണ്ടോ. ഇതുപോലെ എണ്ണ പിരിഞ്ഞ് വരണം. ഇത്രയും നേരം വഴറ്റണം, എന്നാലാണ് കറിക്ക് രുചി കിട്ടുന്നത്. നമ്മൾ വഴറ്റുമ്പോൾ ചേർത്ത എണ്ണ ഇപ്പം പിന്നെ മസാല ചേർക്കാൻ നേരം ഇട്ട എണ്ണയെല്ലാം ഇപ്പോൾ ഇതിൽ നിന്ന് പിരിഞ്ഞ് വരുന്നുണ്ടോ. ഇതുപോലെ ആക്കി എടുക്കണം, വഴറ്റി അരപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകി അരപ്പിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മളിപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളയ്ക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരട്ടെ. നമുക്കൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയാണ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്.
ആവശ്യത്തിന് ഉപ്പ് ഞാൻ അല്പം ഉപ്പ് മുമ്പേ ചേർത്ത് കൊടുത്ത വഴറ്റാൻ നേരം ഇപ്പം അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കാഷ്നട്ടൊക്കെ ഇട്ടത് അരച്ച് ചേർത്ത കാരണം പെട്ടെന്ന് ഗ്രേവി തിക്കാകും. നമുക്കതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഞാനിത് ഫ്രൈ ചെയ്യാത്ത പനീറാണ്. ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇങ്ങനെയുള്ള കറികൾക്ക് നമ്മൾ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടുന്നത്. എന്നിട്ട് ഇപ്പം നമ്മുടെ ഗ്രേവി ഇതേ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഗ്രീൻ പീസും പനീറും ഇപ്പം അതിൻ്റെ അകത്ത് കിടന്ന് ഗ്രേവിക്കകത്ത് കിടന്ന് വെന്തിട്ടുണ്ട്. നമുക്കിനി കസൂരി മേത്തി കയ്യിലിട്ടൊന്ന് ഞെരിയിട്ടിട്ട് കൊടുക്കാമേ. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇല ഉണങ്ങിയത്. ഇതേ ഞാൻ അതും ഇട്ട് കൊടുക്കുകയാണ്. ഇതേ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്. ക്രീം ഉള്ളവർക്കൊക്കെ ഇപ്പോൾ ക്രീം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ക്രീമൊന്നും ചേർക്കുന്നില്ല. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് മല്ലിയില വാങ്ങിയതില്ല. ഇതേ ഇപ്പം നമ്മുടെ പനീറെല്ലാം ദേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒത്തിരി നേരം ഈ ഗ്രേവിയിൽ കിടന്ന് തിളയ്ക്കുകയാണെങ്കിൽ പനീറെല്ലാം ഹാർഡായിപ്പോൾ. ഇതേ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കറി നല്ല തിക്കായിട്ടുണ്ട്. ഞാനിപ്പം അടുപ്പ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ പനീർ മട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചപ്പാത്തി കൂട്ടി കഴിക്കട്ടെ കേട്ടോ. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കുക. താങ്ക് യു.